ഇപ്പോൾ സീസൺ 7 മലയാളം. സോ ഇന്നലത്തെ എപ്പിസോഡിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ലാലേട്ടൻ പൊരിച്ചു. ആരേന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിനെ നല്ല രീതിക്ക് പൊരിക്കുന്നതാണ് ഞാൻ ഇന്നലെ കണ്ടത്. ഇതിന് മുന്നേ ഇത്രയും ഡീപ്പായിട്ട് പൊരിച്ചത് അനുമോളയായിരുന്നു. എനിക്ക് അനീഷിനെ അങ്ങനെ നല്ല രീതിക്ക് പൊരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ആ ഒരു എന്താണ് അവിടുന്ന് കോൾ വന്നത് 3 ദിവസത്തിന് മുന്നേ ആണെന്നുള്ളൊരു സംഭവം അനീഷിനെ പറഞ്ഞു. അതിൻ്റെ ആ ഒരു സമയത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ചൊന്ന് ദേഷ്യം. അല്ലാത്ത മൊത്തം ഷാനവാസിനെ ആയിരുന്നു ലാലേട്ടൻ ടാർഗറ്റ് ചെയ്തത്. അതായത് അനുമോളിന് ശേഷം ഇത്രയും നല്ല രീതിക്ക് കിട്ടുന്നത് ഷാനവാസിനാണ്. ഷാനവാസിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഡിസേർവിങ് ആയിരുന്നു. പക്ഷെ ലാസ്റ്റ് പാവം അത് പറഞ്ഞ് വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു, കരയുന്ന വക്കിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ കുറേ കാര്യങ്ങളിങ്ങനെ ന്യായീകരിച്ച് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ലാലേട്ടൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ അവിടെ സ്ക്രീൻ സ്പേസ് അക്ബറിന് കൊടുക്കുകയാണ്. അക്ബർ പറയൂ, അക്ബർ പറയൂ. ഇതുപോലെ തന്നെയാണ് അനുമോൾ എന്തെങ്കിലും പറയാൻ വരുമ്പോൾ അനുമോളിനെ പറയാൻ സമ്മതിക്കാതെ ബാക്കിയുള്ളവർക്ക് പറയാനുള്ളതിനുമാണ് ലാലേട്ടൻ വിട്ടു കൊടുക്കുന്നത്. ഇന്നലെ അതുപോലെ തന്നെ അക്ബർ പറയൂ, അക്ബർ പറയൂ. അപ്പോൾ ഇന്നലെ ഇന്നലെ ലാലേട്ടൻ പറയുന്നുണ്ട് ഗെയിം കൊളമാക്കിയത് ഷാനവാസല്ലേ. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ലാലേട്ടൻ എനിക്ക് ഈ ഗെയിം എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. എങ്ങനെയാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ചോദിക്കണ്ടേ. അപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങളെ തിരഞ്ഞെടുത്ത ആളാണോ ഈ ഗെയിം കൊളമാക്കിയത്? അപ്പോൾ ഷാനവാസ് ഭയങ്കര പ്രൗഡായിട്ട് നിന്ന് പറയുന്നുണ്ട്, അതില്ല ലാലേട്ടാ. അപ്പോൾ അക്ബറിനോട് ചോദിക്കണേ, എന്താ അക്ബർ? അപ്പോൾ നിങ്ങൾ വിളിച്ചതിപ്പോൾ എന്തായി? അതായത് അക്ബറിനെ ഫേവർ ചെയ്ത് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിപ്പോയി ലാലേട്ടൻ സംസാരിക്കുന്നത്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ലാലേട്ടാ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഗെയിമിൻ്റെ സ്പിരിറ്റോട് കൂടി കളിക്കും എന്നുള്ളത്. ഞാൻ മുൻകൈ എടുത്തിട്ടാണ് ഷാനവാസിനെ ഈ ഗെയിമിലോട്ട് സീക്രട്ട് ടാസ്കിലേക്ക് കൊണ്ടുവന്നത്. ബാക്കിയുള്ളവരാരും എനിക്ക് സപ്പോർട്ട് നിന്നില്ല. അപ്പോൾ ലക്ഷ്മി അവിടെ നിന്ന് പറയുന്നുണ്ട്, ലാലേട്ട എന്നോട് അതായത് നമ്മളോട് സംസാരിച്ച് നിൽക്കുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ല ഷാനവാസിനെ എടുക്കാമെന്നുള്ളത്. അത് ആ നിമിഷം തന്നെ അക്ബർ പോയി ഷാനവാസിനെ കൺവിൻസ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അക്ബർ അതിനെയൊക്കെ വളച്ചൊടിക്കുന്ന അത് കേട്ട് കഴിഞ്ഞാൽ അക്ബർ ഇത്രയും ക്രൂക്കഡായിരുന്നു ആണ്. പക്ഷേ ഇവിടെയും ഗെയിം കളിക്കുക തന്നെയായിരുന്നു അക്ബർ ചെയ്തത്. എനിക്ക് പേഴ്സണലി അക്ബറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം തെറ്റ് ചെയ്ത് മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചാൽ അതങ്ങനെയല്ല തെറ്റ്, അത് ഇയാളുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് വളച്ചൊടിക്കും അക്ബർ. അതായത് ഇപ്പോൾ ലാലേട്ടനായിരുന്നാലും അക്ബറിന് എന്താ പറയാനുള്ളത് എല്ലാം, അതായത് അക്ബർ അതിന് വളച്ചൊടിച്ച് അക്ബറിൻ്റെ ഭാഗത്ത് ശരിയെന്നുള്ളത് ആക്കി തീർക്കും. അതാണ് ഇവിടുത്തെ